കേരളീയ ഗണിതജ്ഞരുടെ രഹസ്യ ഭാഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു ഭാഷയുണ്ട്. കേരളത്തിലെ മാത്തമാറ്റീഷ്യൻസ് വികസിപ്പിച്ചെടുത്ത ഒരു രഹസ്യാത്മകമായ കോഡ് ഭാഷയെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പരൽപ്പേര് അല്ലെങ്കിൽ കടവയാതി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കടവയാതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട സംഖ്യകളെ ഓർത്തു വയ്ക്കാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും എളുപ്പത്തിനായി അവയിലെ അക്കങ്ങളെ അക്ഷരങ്ങളാക്കുകയും അതുകൊണ്ട് ശ്ലോകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്ന കേരളീയ രീതിയെയാണ് പരൽപ്പേര് എന്ന് പറയുന്നത്. സംഗീതത്തിലെ രാഗങ്ങളുടെ സംഖ്യ, കാലസംഖ്യകൾ, സ്ഥിരാങ്കങ്ങൾ, ഗണിത സൂത്രവാക്യങ്ങൾ തുടങ്ങി പലതും പരൽപ്പേര് കൊണ്ട് പ്രതിപാദിച്ചിരുന്നു. നിങ്ങളൊരു പക്ഷേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ച് കേട്ടിരിക്കുമല്ലോ. നാരായണീയം എഴുതിയ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ കേട്ടിരിക്കും, അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ കേട്ടിരിക്കും. അങ്ങനെയായിരിക്കും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ പലരും അറിയുന്നത്. എന്നാൽ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സംഗമഗ്രാമ മാധവൻ്റെ ശിഷ്യ പരമ്പരയിലെ പ്രശസ്തനായ മാത്തമാറ്റിക്കൽ ലിംഗ്വിസ്റ്റ് ആയിരുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയം അവസാനിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്ന വാക്കിലാണ്. ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്നാണ് അത് അവസാനിക്കുന്നത്. എന്നാൽ കലിയുഗം ആരംഭിച്ചതിന് ശേഷം ഇത്രാമത്തെ ദിവസത്തിലാണ് താൻ നാരായണീയം എഴുതി തീർത്തത് എന്ന കാലസംഖ്യയാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന വാക്കിൽ നാരായണ ഭട്ടതിരി രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചത്. പക്ഷേ കടവയാതി എന്ന ഈ കോഡ് ഭാഷ അറിയുന്നവർക്ക് മാത്രമേ ഇത് ഡീകോഡ് ചെയ്തെടുക്കാനും കഴിയൂ. എങ്ങനെ നമുക്ക് ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ശുഭദിനത്തിൽ ചർച്ച ചെയ്യുന്നത്. സംഗമഗ്രാമ മാധവൻ്റെ ശിഷ്യ പരമ്പരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാത്തമാറ്റീഷ്യനായിരുന്നു ശങ്കരവർമ്മൻ. അദ്ദേഹം എഴുതിയ സദ്രത്നമാല എന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് കടപയാതി അല്ലെങ്കിൽ പരൽപ്പേര് വായിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നഞ്ഞാവജശ്ച ശൂന്യാനി സംഖ്യാഹ കടപയാദയഃ മിശ്രേ തൂപാന്ത്യ ഹല് സംഖ്യാ ന ച ചിന്ത്യോ ഹൽ അസ്വരഃ എന്നാണ് ഈ സദ്രത്നമാലയിലെ ശ്ലോകം. അതായത് നാ ഞ പിന്നെ സ്വരാക്ഷരങ്ങൾ എല്ലാം പൂജ്യമായി കണക്കാക്കുക. വ്യഞ്ജനങ്ങളിൽ ക ട പ യ എന്നിവ 1, ഖ ഠ ഫ ര എന്നിവ 2, ഗ ഡ ബ ല എന്നിവ 3. ഇങ്ങനെ ക്രമത്തിൽ അക്ഷരങ്ങളെ സംഖ്യകളോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടക്ഷരങ്ങളിൽ രണ്ടാമത്തെ അക്ഷരമാണ് നമ്മൾ പരിഗണിക്കുക. ചില്ലക്ഷരങ്ങളെ കണക്കാക്കുകയില്ല. മറ്റൊരു കാര്യം അറിയേണ്ടത് അങ്കാനാം വാമതോ ഗതിഹി എന്ന ജനറൽ റൂളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഖ്യയുടെ കാര്യത്തിൽ. അതായത് അക്കങ്ങളെ വലത്തു നിന്നും ഇടത്തോട്ടാണ് വായിക്കുക. ഇതനുസരിച്ച് ശങ്കരവർമ്മൻ തന്നെ നൽകിയ കോഡ് ഡീകോഡ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. സദ്രത്നമാലയിലെ 4-ാം അധ്യായത്തിലുള്ള ആദ്യ ശ്ലോകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഭദ്രാം ബുദ്ധിസിദ്ധ ഗണിത ശ്രദ്ധ സ്മ യത് ഭൂപഗീ എന്നാണ്. തിരിച്ചു വായിച്ച് അക്ഷരങ്ങളെ സംഖ്യകളാക്കിയാൽ ഗീ എന്നതിലെ ഗ 3 പ 1, ഭൂ എന്നതിലെ ഭ 4, യതിലെ യ 1, സ്മ ഇലെ മ 5. ഇങ്ങനെ ഭദ്രാം ബുദ്ധിയിലെ ഭ എന്ന 4 വരെയുള്ള സംഖ്യകൾ കൂട്ടി വായിച്ചാൽ 17 ഡെസിമൽ പ്ലേസുകളുടെ കൃത്യതയിൽ പൈയുടെ മൂല്യം നമുക്ക് ലഭിക്കും. ഇതേപോലെ 30 ഡെസിമൽ പ്ലേസുകളുടെ കൃത്യതയിൽ പൈയുടെ മൂല്യം കോഡിഫൈ ചെയ്ത ഒരു ശ്രീകൃഷ്ണ സ്തുതി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശാസ്ത്രവും കാവ്യവും സമന്വയിക്കുന്ന വിസ്മയമായ കാഴ്ചയാണ് ഇത്തരം കാവ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇത് ലോകത്തിൻ്റെ മുമ്പിൽ ശാസ്ത്രത്തെയും കവിതയെയും ഭാഷയെയും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമഞ്ജസമായി ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ശാസ്ത്രത്തെ അവതരിപ്പിച്ച കേരളത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകൾ.